ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീട്രൂട്ടിൻ്റെ ദോശയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ദോശ ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ദോശ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഉണക്കമുളക്, എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക് എടുക്കാം. ഞാനിവിടെ 5 മുളകാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂണ് ജീരകം, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 2 തക്കാളിയും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഗോതമ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തരച്ചാൽ നമ്മുടെ ബാറ്റർ റെഡിയാവും. അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്താൽ ഞാനിവിടെ അരയ്ക്കുന്ന സമയത്ത് വിട്ടുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ബാറ്റർ കണ്ടാൽ തന്നെ അറിയാം, നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ബീട്രൂട്ടൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെ ദോശയായിട്ട് ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കഴിക്കും. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കാതിരിക്കുക. അപ്പം നമ്മുടെ ബീട്രൂട്ട് ദോശ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബീട്രൂട്ട് ദോശ ഗോതമ്പിൽ മാത്രമല്ല നമ്മുടെ അരിയിലും ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. കളർഫുള്ളായിട്ടുള്ള ദോശ ആയതുകൊണ്ട് നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദോശയ്ക്ക് നല്ല ഡിമാൻഡായിരിക്കും. ഇവിടെ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത അശ്വിൻ പോലും ഈ ദോശ കഴിക്കും.